ഇവിടെ ഞാൻ ഓരോ വ്യക്തികളെയും, അതായത് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന ഈ ഒരു പാർട്ടിയെ ഉണ്ടാക്കിയെടുത്ത, അതിനെ സ്ഥാപിച്ചെടുത്ത, ഈ നിലയിൽ വളർത്തിയെടുത്ത ഓരോ വ്യക്തികളും, ഓരോ വ്യക്തികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സത്യമായും ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്ദനം 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 എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേറെ ഈ ഒരു സമൂഹത്തിനുള്ളിൽ നിങ്ങളൊരു പാർട്ടിയെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രയത്നിക്കുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഈയിടെ ഞങ്ങളൊരു മീറ്റിംഗിൽ പറയേണ്ടി വന്നു, നമ്മുടെ നേതാക്കൾ തമ്മിൽ പറയേണ്ടി വന്നു, നമ്മൾ ഒരിക്കലും ഇനി ഒന്ന് വിമുക്തവട സമൂഹത്തിന്റെ പുറകെ മാത്രം പോയാൽ പോരാ, നമ്മൾക്ക് ഒന്ന് മറ്റിടങ്ങളിൽ മറ്റു സമൂഹത്തിൽ കയറി ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ, അത് സിവിലിയൻ ആകട്ടെ, അതല്ലെങ്കിൽ മറ്റിതര ഏതെങ്കിലും ഒരു സംഘടനകളാകട്ടെ, സാംസ്കാരിക സംഘടനകളാകട്ടെ, അവിടെ ചെന്ന് അവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാർട്ടിയെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സത്യം അത് തന്നെയാണ്. വിമുക്തവട സംഘടനകളെയോ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വിമുക്തവട സംഘടനകളുടെ എണ്ണങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയില്ല, എന്തിനാണ് എന്നറിയില്ല. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ചില വിമുക്തഭടന്മാരും ആ സംഘടനകൾക്കൊപ്പം ഉണ്ട് എന്ന് ദുഃഖത്തോടുകൂടി തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയെ കേരളത്തിൽ നിന്ന് തുടക്കം വിട്ടുകൊണ്ട് ഇന്ന് ഭാരതത്തിൽ മുഴുവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അതിന്റെ സ്ഥാപകരും, അതേപോലെ തന്നെ അതിന്റെ സംഘാടകരും, അതേപോലെ അതിന്റെ പ്രവർത്തകരുമാണ് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ഞാൻ വിസ്മരിക്കുന്നില്ല. അവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് അവർക്ക് ഞാൻ വന്ദനം പറയുകയാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തില് നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ പിന്തുണ നമുക്ക് അത്യാവശ്യമാണ്. ഈ പിന്തുണ എവിടുന്ന് കിട്ടും എന്നുള്ളത് വളരെ ഏറെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഒറ്റപ്പെട്ടുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയും ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്നു, നമുക്കും ഒരു സഖ്യത്തിനൊപ്പം പോകണ്ടേ, അല്ലെങ്കിൽ ഒരു സഖ്യം ഉണ്ടാക്കണ്ടേ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ. അതുകൊണ്ട് താങ്കൾ ഓരോരുത്തരും താങ്കളുടെ കാൽപാദങ്ങളുടെ അതിനെ പിന്തുടർന്നുകൊണ്ട് പുറകോട്ട് വരുന്ന, അല്ലെങ്കിൽ പിന്തുടർന്നു വരുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിവരിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ പറയുന്ന ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ ഫൗണ്ടേഴ്സും ഇതേവരെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്ന അതിന്റെ എല്ലാ പ്രവർത്തക ഭാരവാഹികളുടെയും ഉത്തരവാദിത്തമാണ്. അവരത് പറയട്ടെ, ചെയ്യട്ടെ. അതിന്റെ പുറകിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് 100%. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇന്ന് കേരളത്തിലെ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരിക്കലും അതൊരു നഷ്ടമാവില്ല എന്ന് പറയാനും കൂടെ ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഇറങ്ങി ചെല്ലാനും പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ എല്ലാ വശങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട സംഘാടക ഭാരവാഹികളും മറ്റിതര ഭാരവാഹികളും അതേപോലെ നമ്മുടെ സ്ഥാപക അംഗങ്ങളും എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് അതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കേണ്ടതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണമായ പിന്തുണയും ഉണ്ടാവും. എന്നാലും ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ഫണ്ടിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുകയില്ല. ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുവാനും കഴിവതും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് തരാനായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് കണിശമായിട്ടും അത് ഞങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഇന്നത്തെ ഈ
ഏറ്റവും നല്ല ഒരു അവസരമാണ്, ഒരു സുവർണ അവസരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിനെ പറ്റി ഞാൻ പാർട്ടിയുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പറയാതിരിക്കാനും പറ്റിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് പറയാം. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് 71 യുദ്ധം നടക്കുന്നത്. അന്ന് ആ യുദ്ധത്തിന് നമ്മുടെ മുഖ്യ ശത്രു, അതായത് ഞങ്ങൾ ചെറുപ്പത്തിൽ കിടന്ന യാത്രക്കാരനായിരുന്നു. അത്രയും അറിയുള്ളൂ. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ അവരല്ല നമ്മുടെ ശത്രു എന്ന് പറയാൻ പോലും ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. 71 യുദ്ധത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യ ജയിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ ജയിച്ചോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നും പാകിസ്ഥാന്റെ ആ ഓരോ കുത്തും, അവൻ രാത്രിയിലും പകലും ഓരോ കുത്തു കുത്തിക്കൊണ്ടിരിക്കുക. അതിന് മറുപടി പറയാൻ ഇന്ന് നമുക്ക് കഴിവുള്ള ഒരു നേതൃത്വം ഉണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു നടന്നിരുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. 1973 സൈന്യർക്ക് കിട്ടിയിരുന്ന തുച്ഛമായ പെൻഷനായിരുന്നു ബേസിക് പേയുടെ 70%. അതിൽ നിന്ന് 20% വെട്ടിക്കുറച്ചുകൊണ്ട് ഓഫീസേഴ്സിനും കൊടുത്തു, മറ്റേതര സിവിൽ സർവീസസിലുള്ളവർക്കും ആ ഒരു പെൻഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ തുടങ്ങിയതാണ് വിമുക്ത ഭടന്മാരോടുള്ള ഈ ഗവൺമെന്റിന്റെ അവഗണനയും ഈ പുറംകാലം കൊണ്ടുള്ള ചവിട്ടിത്തേപ്പും വന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 71 യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ, പിടിച്ചെടുത്ത സ്ഥലങ്ങളും അവർക്ക് വിട്ടുകൊടുത്തു. ഇന്ത്യയുടെ ഭാഗങ്ങൾ, അതുകൂടാതെ നമ്മുടെ ഭാഗവും നമ്മൾ പിടിച്ചെടുത്തവും വിട്ടുകൊടുത്തു. അങ്ങനെ എങ്ങനെയാണ് വിജയം നേടുന്നത്? അപ്പം എത്രയോ സഹോദരന്മാർ നമ്മുടെ ജീവിതം അവിടെ വന്നു കഴിഞ്ഞിട്ട് വീരമൃത്യു വരിച്ച് നമ്മുടെ എത്ര കുടുംബങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ആ അവസ്ഥയിലെ നിരാലംബരായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ഈ പറയുന്ന ഒരു സർക്കാരും നമ്മളെ വേണ്ട രീതി പരിപാലിക്കുന്നില്ല. പറ്റിയതിനെ ഗവൺമെന്റുണ്ട്. കേരളത്തിലെ സംവരണം എന്താണെന്ന് നമുക്കറിയില്ല. സംവരണം എന്താണെന്ന് നമുക്കറിയില്ല. വിമുക്ത ഭടന്മാർക്ക് സംവരണം മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കുമ്പോ ജനകീയ സർക്കാർ, ജനങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന ഈ സർക്കാർ കഴിഞ്ഞ 6 വർഷക്കാലമായി ഇവിടെ 6 അല്ല 8 9 ഇതിപ്പം 9ാമത്തെ വർഷം. 2ാമത്തെ സർക്കാരിന് ഇനി 1 വർഷം കൂടെ ഉള്ളൂ. എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അർഹതപ്പെട്ട അവകാശങ്ങൾ തട്ടിയെടുക്കാണ് ചെയ്തത്. പിൻവാക്കൽ നിയമനങ്ങളിൽ കൂടി നമ്മുടേതായിട്ടുള്ള അവകാശം